വണ്ടി പോയിരുന്നു. പോയില്ല. വെൽക്കം ബാക്ക് ടു ഡ്രോപ്പ് ദ ഗിയർ. നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്. നമ്മൾ ഉളുപ്പുണി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. വാഗമൺ അപ്പുറത്തുള്ള സ്ഥലമാണ് ഇത്. രണ്ടുപേരുള്ളൂ, ഞാനും എൻ്റെ ഒരു കസിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കസിൻ മുറിഞ്ഞപുഴയിൽ നിന്ന് നമ്മളിത് ജോയിൻ ചെയ്യും. നമ്മളെ ഈ വണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമായിരിക്കും പോകുന്നത്. ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ പോകുന്ന വഴി കാണിച്ചു തരാം. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അങ്ങനെ സാധനം എത്തിയിട്ടിരിക്കുകയാണ്. സംഭവം എത്തിയിട്ടുണ്ട്. ചെറിയ പോസ്റ്റ് തന്നിട്ട് ജോബിന് എത്തിയിട്ടുണ്ട്. അതിനൊരു ക്യാമറ നോക്കിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി. ഞങ്ങളിതിപ്പോൾ ഏലപ്പാറ എത്താറായി. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ട സ്ഥലത്ത് കയറ്റിയപ്പോൾ നിർത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. റോഡ് മൊത്തം പണിതുകൊണ്ടിരിക്കുക കേട്ടോ. റോഡ് ഫുള്ള് പണിതോ സെറ്റാക്കി വീതി കൂട്ടിക്കൊണ്ടേ. അത് മൊത്തം പണിത് കഴിയുമ്പോൾ സെറ്റായിരിക്കും. നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിയാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. നൈസാണല്ലോ. ഇല്ല, ഇതാണ് ഇവിടുത്തെ വ്യൂ. ആ വഴിക്കാട്ടോ നമ്മൾ പോവുക. ആ ഓട്ടോ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ആ ഓട്ടോ പോകുന്ന വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ വഴിയെ പോയി നമ്മൾ വാഗമൺ എന്ന് അവിടുന്ന് പോകും. ഏട്ടോ നമ്മുടെ റൂട്ട്. നൈസ് വ്യൂ അല്ലേ? നല്ലൊരു രസമുണ്ട്. ഏതെങ്കിലും ഒരു മലയാളം കൊണ്ട് എത്തിയാൽ മതി. കട്ട ഓഫ് റോഡാണ് ഇത്. തിരിച്ച് കയറാൻ നേരം നമ്മൾ പണിയോളം നല്ല നീ നടക്കേണ്ട വരും ചെറുതായിട്ട്. ഇതൊന്നും നടക്കേണ്ട വരില്ല. മേളിൽ അവിടെ ആൾക്കാരൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയേക്കാണ്. കൊടും കാടാട്ടോ ആണ് സംഭവം. നൈസ് ഇതാണ്. ഇല്ല ഇവിടെ ജീപ്പൊക്കെ പോകുന്നത്. കട്ട ഓഫ് റോഡ് കേട്ടോ, പറയാൻ പറ്റില്ല. നല്ല തീക്കന ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വാട്ടറും സെറ്റപ്പും ഉണ്ട് ഇവിടെ. നമ്മൾ ആ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് കയറി വന്നാ കൊടുങ്കാട്ടാട്ടോ അത്. എന്തോ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. വഴി റോഡുണ്ട്, പക്ഷെ എങ്ങോട്ട് ചെല്ലുമെന്നൊരു പിടിയില്ല.
ഒരു ട്രയൽ അടിച്ച് നോക്കാൻ അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി താഴെ ഒന്നും റോഡൊന്നും ഇല്ലായിരുന്നു. വണ്ടി പോകും, പക്ഷേ എവിടെ വരെ പോകുന്ന അറിയത്തില്ല, എങ്ങോട്ട് ചെല്ലുന്നതെന്ന് അറിയത്തില്ല. അത് നമുക്ക് നോക്കാം. നമുക്കൊരു വാട്ടർ കിട്ടിയിരിക്കാം. ചെറിയൊരു ചെറിയ ഇത്ര റിസ്ക് ആയിരുന്നു. നമ്മൾ കയറ്റി നമ്മളെ പോകാൻ വരുമോ നമ്മൾ നോക്കി നോക്കാം. ഇവിടെ നിന്നാണ് ജീപ്പ് തിരിച്ചു പോകുന്നത്. ഇവിടുന്ന് താഴോട്ട് എന്താ വഴി? ആനയോ? ആ, ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകാൻ പാടില്ലെന്നോ? അവിടെ തന്നെ വഴി. ആ, ആന ഇറങ്ങുന്നു. നമുക്കിനി ആ ടണലും പോയിട്ട് ഞാൻ പറഞ്ഞ വഴി. ഇവിടെ ആന ഇറങ്ങുന്നൊക്കെ പറഞ്ഞു. താഴോട്ട് വഴിയുണ്ടല്ലോ, പക്ഷേ വഴിയുണ്ടല്ലോ. ഓ ഇല്ല, അതാ തിരിച്ചിട്ട് പോയാം. ഇതിന് ചുറ്റും തിരിച്ചിട്ട് പോവാം. നമ്മളിത് ഇവിടെ ഒരു തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി വന്നേക്കാം. ഒത്തിരി ആൾക്കാരൊക്കെ വന്നു വരുന്നുണ്ട്. എന്നാ സംഭവം ഒന്ന് കണ്ടേക്കാം. കാട് നിറയ്ക്കുക. എന്താ അവിടുത്തെ തുരങ്കം? ആ, അത് തുരങ്കം ഉണ്ട് കേട്ടോ. കൊള്ളാലോ. പൊളി സാധനമാണല്ലോ. തണുപ്പ് ഐസായി പോകുന്ന കൂട്ട് വല്ലതും കാണാൻ പറ്റുന്നൊരു തിരിയില്ല. നമ്മൾ ലൈറ്റ് അടിച്ചോളാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൗട്ടാണ്. ഇതാണ് സംഭവം. ഇതാണ് ഏറ്റവും കൂടുതൽ തിരിയില്ല. വേണ്ട, ഇതാണ് പുരാണം. അങ്ങോട്ട് കാല് തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്ര പോകാൻ തിരിച്ചു വരിക. അത് നമ്മൾ തുരങ്കം എത്തിക്കാണ്. ഇത് കൊള്ളാൻ കേട്ടോ. വന്നതിൻ്റെ ഗുണമുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. നൈസ് തുരങ്കോ പറയാൻ പറ്റില്ല. നൈസ് തുരങ്കമുണ്ട്. ഇവിടെ ഉള്ളവർ വന്ന് കാരണം ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതേതാ ലൊക്കേഷൻ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ വഴി എത്തി ഇവിടെ എത്തിയതാണ്. ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കൂടുതൽ തമിഴ്നാട്ടിൽ കേട്ടോ കൂടുതലുള്ളത്. മലയാളം ഒത്തിരി വന്നിട്ടില്ല. ആർക്കും അറിയത്തില്ല എനിക്ക് തോന്നുന്നു. ഇതാണ് ഇവിടെ കൂടുതൽ. ഒത്തിരി പേര് മലയാളികൾ ഇന്ത്യകളിൽ കൂടുതൽ തമിഴ് ആൾക്കാരായിട്ടോ വരുന്നത് ഇവിടെ മൊത്തം. പൊളി സാധനം കേട്ടോ. പറയാൻ പറ്റില്ല. ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചേട്ടാ? ആ, ഗുഹയ്ക്ക് പ്രത്യേക വരുന്നില്ലേ? ഉളുപ്പുണ്ണി അല്ലേ? നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് കയറി പോവാട്ടോ. ആ, ഓണടിച്ച് പോകുന്നേ. എപ്പോഴും ജീപ്പ് വരുന്നത് കാണാം. ഒറ്റ ജീപ്പിന് പോകാനുള്ള വഴിയുള്ളൂ. റിസ്ക്കാണ്. ഓണൊക്കെ അടിച്ച് പോവാണെങ്കിൽ ജീപ്പിനെ കണ്ടിട്ട് കയറത്തില്ല. കുറച്ച് റോഡ് ഇത്തിരി കട്ടി കേട്ടോ. കുറച്ച് റോഡ് തീരെ
രക്ഷപ്പെട്ടെന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ ബീച്ച് വരെ കൊണ്ടുപോയാൽ നമ്മളെ തൽക്കാലം ഇങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. രണ്ടുമൂന്ന് ബൈക്കൊക്കെ ഉണ്ട്. നമ്മൾ ആ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുവരെ കുഴപ്പമില്ല. നമ്മളിവിടെ എത്തി. ദൈവാനുഗ്രഹമെന്ന് വേണം പറയാം. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യൂ കേട്ടോ. ഇവിടെയൊക്കെ പൊളിപ്പൊക്കെ കൊണ്ടുപോകുന്നതാണ്. എൻ്റെ മോനെ പൊളിച്ചാണ്. അയ്യോ അത് പൊളി സാധനം കേട്ടോ. നൈസ് വ്യൂ കേട്ടോ. എൻ്റെ മോനെ നൈസ്. പൊളി. അവിടെ ഒരു കിടുക്കാച്ചി ഡാം വന്നു. വെള്ളക്കെട്ടാണല്ലോ. എൻ്റെ മോനെ പൊളി സാധനം. നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. നമ്മളെ ഈ റൂട്ട് തിരിച്ചിറങ്ങുവാണ്. ചെറിയൊരു ടാസ്ക്കായിരുന്നു കയറ്റം. ഈ ഇറക്കം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നൈസാണ്. പൊളി വ്യൂ ആണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടാ വണ്ടി പോകുന്നേ? ഞാൻ പിടിക്കുന്നതിലേ പോകാളെ. ഞാൻ പിടിക്കുന്നതിലേ പോള് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുഴി കിടക്കും കേട്ടോ. വണ്ടി എന്നാണ് ഇനി അടുത്ത് അതിനെ ഇവിടെ കഴിപ്പോ. ആ വഴി കൂടെ ആയിരിക്കല്ലേ? ഇതാന്നു പോകരുതോണ്ടി പോകരുത്. പോയില്ല. നമ്മളിപ്പോൾ കണ്ടത് ഫ്രണ്ട് ഡിസ്ക് ലോക്കായ സെറ്റപ്പാട്ടാ. ചിലപ്പോൾ കുഴിക്ക് എന്നാലും നിൽക്കാൻ നമുക്ക് മര്യാദയ്ക്ക് പോകണേ കുഴപ്പമില്ല. ജീപ്പുകാരോട് വരുമ്പോഴേ ഇച്ചിരി സീനാണ്. അങ്ങനെ സെറ്റായി നമ്മൾ തിരിച്ച് മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിണങ്ങാച്ചി ഓഫ് റോഡ് കേട്ടോ. നൈസ് വരികയാണ്.
പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് വലിയ വെള്ളം കുടിച്ചിട്ട് പോവാം. നമുക്ക് വണ്ടി അങ്ങോട്ട് മാറ്റുക അല്ലേ, വേണ്ട നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് കുടിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവാണ്. കോപ്പറോൻ്റെ ചാർജ് തീരാറായി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. കുറേ ഓഫ് റോഡും ഉണ്ട്. അത് നമ്മൾ പോകാത്ത 2 സ്ഥലമായിരുന്നു. ഉളുപ്പുണ്ണി എന്നടാ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലം എത്തി. പിന്നെ അവിടെ തന്നെ ഒരു ഗുഹ, ആ ഗുഹ ഉളുപ്പുണ്ണി തന്നെയുള്ളൊരു ഗുഹ. അത് ഒത്തിരി അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഈ ചാനലിലൊന്നും. ഇത് നൈസ്, രണ്ടും നൈസായിരുന്നു, പറയാൻ പറ്റത്തില്ല. നമുക്കിഷ്ടപ്പെട്ട അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.